ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു 6 ഇഞ്ച് സ്പീക്കറാണ്. കാറിൻ്റെ ഡോറിലൊക്കെ വരും ബ്ലോപ്പങ്ങിൻ്റെ കമ്പനിയുടെ സ്പീക്കറാണ്. അപ്പം ഇത് നിലവിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നോക്കുമ്പോഴത്തേക്ക് പേപ്പർ സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത്. കോയിൽ കണ്ടിട്ട് കാണിക്കുന്നുണ്ടോ, ഓംസ് കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. നിലവിൽ സ്പീക്കർ ഓംസ് കാണിക്കുന്നുണ്ട്, കോയിൽ ഓപ്പണായി പോയിട്ടില്ല. പേപ്പർ നിലവിൽ സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കാന്തം പറഞ്ഞിരിക്കുവാണ്, കാന്തം ഇളകിയിരിക്കുവാണ് നിലവിൽ. അപ്പോൾ എൻ്റെ കോയിൽ നിലവിൽ പോയിട്ടില്ല. സ്പീക്കറിൻ്റെ ട്യൂട്ടർ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് കാന്തതൊന്ന് ഊരിയെടുക്കണം. എന്തായാലും പറഞ്ഞിരിക്കുക, എന്നിട്ട് ഞാൻ ഊരിയെടുക്കാം. അപ്പോൾ മൊത്തം ഡസ്റ്റ് കയറിയിട്ട് കുളമായിട്ടിരിക്കുകയാണ്. നിലവിലത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പേപ്പർ മൊത്തം ഒന്ന് പൊളിച്ചെടുത്ത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇനി പേപ്പർ മൊത്തം പൊളിച്ചെടുക്കണം. പൊളിച്ച് പീസാക്കിയിട്ട് വേണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ടിന്നർ വെച്ച് നല്ലതായിട്ട് തൂത്തുവിട്ടാൽ മതി. അപ്പം പശ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. എന്നിട്ട് കോൺ പേപ്പർ കീറിപ്പോകാതെ പയ്യെ പൊളിച്ചെടുത്താൽ മതി ഒരു സൈഡിൽ നിന്ന്.
സൈഡ് കംപ്ലീറ്റ് പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി സ്പൈഡറും കൂടെ പൊളിച്ചെടുക്കണം. സ്പൈഡറും പോകാതെ കറക്റ്റായിട്ട് പൊളിച്ചെടുക്കാം. അതുപോലെ തന്നെ ടിൻഡർ കൂത്ത് പൊളിക്കാം. സ്പൈഡറും പേപ്പറും നിലവിൽ പൊളിച്ചെടുത്തിട്ടുണ്ട്. കോയിൽ നിലവിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അക സൈഡ് കാര്യങ്ങളെല്ലാം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ മാഗ്നറ്റിനുള്ളിലുള്ള ചെടികളും കാര്യങ്ങളും സിമെൻറ്റ് ഈ ഇരുമ്പിൻ്റെ പൊടിയെല്ലാം കാര്യങ്ങളെല്ലാം കളയണം. ഈ രണ്ട് സൈഡും പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പം ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇന്നോട്ട് മാറിപ്പോകാൻ നോക്കണം. അപ്പം എന്തൊക്കെ ഊരിയെടുക്കുന്ന സമയത്തൊന്ന് മാർക്ക് ചെയ്യണം. അപ്പം ഞാനിത് അകവശം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് വേണം ബാക്കത്തെ ഈ പീസ് ഒട്ടിക്കാൻ വേണ്ടി. അപ്പം അതിനുള്ളിൽ മൊത്തം ക്ലീൻ ചെയ്യണം. പൊടിയും കാര്യങ്ങളൊന്നും ഇരിക്കാതെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ കോൽ സ്മൂത്തായിട്ട് ഇതിനകത്ത് ഇറങ്ങില്ല. അത് പകുതി എയർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കറക്റ്റ് സെൻറ്റർ കിട്ടുന്ന രീതിയിൽ വെച്ച് സെറ്റ് ചെയ്യുക. ഈ ഗം ഉണങ്ങാൻ ചില സമയം എടുക്കുന്നുണ്ട്. ചില ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വിടുക സൈഡിൽ കൂടെ. അപ്പോൾ അതൊരു സെറ്റായിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും ബാക്കി അകത്തെ ഗം ഉണങ്ങാൻ വേണ്ടി. അപ്പം അത് പെട്ടെന്ന് പിടിക്കാൻ താമസം വരുന്നതുകൊണ്ടാണ് ഫ്ലെക്സ് ക്യൂക്ക് ചില ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ബാക്കി അത് സെറ്റായിട്ട് ഒട്ടുന്നുള്ളൂ. ഇനി ഇത് സെൻറ്റർ ചെയ്യണം. അടുത്ത് ഇത് കറക്റ്റ് സെൻറ്ററായിട്ട് വെച്ചാൽ കോയിൽ സ്മൂത്തായിട്ട് അതിനകത്ത് ഇറങ്ങുള്ളൂ. ഇനി കോയിലിന് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന്
സ്ക്രൂ ഡ്രൈവറോ അങ്ങനത്തെ കയറുന്നതിലൊരു സാധനം വെച്ച് കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. സ്മൂത്തായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും ഒരേന്നുണ്ടെങ്കിൽ കറക്റ്റ് കോല് കറക്റ്റ് നേരെ ആക്കിയതിന് ശേഷമേ ഇതിൻ്റെ തിരക്ക് വിടാവുള്ളൂ. അല്ല എല്ലാം ഒട്ട് ചെയ്യുമ്പോൾ പണിയാവും. അത് കറക്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ അത് സെൻറ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേക ഒരു ടൂളായിട്ട് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഓറഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. കാർഷികയൊക്കെ വരുന്ന ഹീറ്റ്സും കുറഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് അതിന് സൂട്ടാകുന്ന രീതി പറഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അതിൽ സെറ്റ് അകത്തേക്ക് കയറ്റുക. എന്നിട്ട് പ്ലസ് ക്യൂക്ക് വെച്ച് കൊടുക്കുക. അത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളകത്ത് വെച്ച സാധനം ഊരിയെടുക്കുക. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. സ്പൈഡർ ഒട്ടിക്കുന്ന ഭാഗം പിന്നെ സ്പൈഡർ പിടിക്കുന്ന അത്ര ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് ടിന്നർ എന്തെങ്കിലും ഇട്ടിട്ട് നൈഫ് വെച്ച് അത്രയും ഗമ്മങ്ങ് ചരണ്ടി കളയുക. സ്പൈഡർ പിടിക്കത്ര ഭാഗം മാത്രം. പിന്നെ കോയിലിന് ഗ്യാപ്പ് നോക്കണം.
നിലവിൽ പേപ്പറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. പശ ഉണങ്ങുന്നവർ വെയിറ്റ് ചെയ്യണം. പശ ആണെങ്കിൽ ഇപ്പം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് സെൻറ്ററിലേക്ക് ഊരി കളയുക. ഇത് വെച്ചേക്കാന്ന് വെച്ചാൽ കറക്റ്റ് കോല് സെൻറ്ററിൽ നിൽക്കാൻ വേണ്ടിയാണ്, സൈഡിലങ്ങ് ഉരയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കറക്റ്റായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് ഊരി തൂരിട്ട് കളയുക. സ്ക്രൂ വെച്ചിട്ട് ടൂട്ടർ മുറുക്കുക. പിന്നെ സ്പീക്കർ ലീഡ് സോൾഡർ ചെയ്തിട്ടില്ല, സ്പീക്കർ ലീഡ് സോൾഡർ ചെയ്യണം. അപ്പോൾ ഇത് ഉണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. സ്പീക്കറിൻ്റെ കമ്പും കാര്യങ്ങളെല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. സ്പീക്കർ ലീഡും കാര്യങ്ങളെല്ലാം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സെൻറ്ററിൽ വെച്ചേക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഊരി മാറ്റാം. ഇപ്പോൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടൂട്ടറും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. സ്പീക്കറെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓഡിയോ കൊടുത്ത് ചെക്ക് ചെയ്യുന്നു കേട്ടോ. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സപ്ലൈ ലൂസായിരുന്നു. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.